ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് എന്റെ കൂടെയുള്ള ശ്രീകാന്ത് ആണ് കേട്ടാ. ഗുരുവായൂരുകാരനാണ്, തൃശ്ശൂരുകാരനാണ് കേട്ടാ. നമുക്ക് ശ്രീകാന്തിനോട് കോളേജിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഹായ് ശ്രീകാന്ത്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ ആണല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ അച്ഛൻ രണ്ടുണ്ട്. ആണല്ലേ, ഓക്കെ ഓക്കെ. എങ്ങനെ ആർ കോളേജിനെ പറ്റിയിട്ട് അഡ്മിഷൻ എടുത്തത്? ആറാർക്ക് വരാനുള്ള കാരണമൊക്കെ ഉണ്ടായിരുന്നു? അതെന്റെ വീടിന്റെ അവിടെ ഒരു ചേട്ടൻ ഇവിടെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഏതാണ് എടുത്തേക്കുന്നത്? സ്ട്രീം ഏതായിരുന്നു എടുത്തേക്ക്? ഞാൻ BBA ഏവിയേഷൻ. BBA ഏവിയേഷൻ ആണ് കേട്ടോ. ഏതായിരുന്നു? ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. BBA ഏവിയേഷൻ ആണ് കേട്ടോ പഠിക്കുന്നത്. സിലബസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആണല്ലേ? പഠിക്കാനൊക്കെ എളുപ്പമല്ലേ? ഭയങ്കര ടഫ് സിലബസ് ഒന്നുമല്ല. ഫസ്റ്റ് സെം കുഴപ്പമില്ല, സെക്കൻഡ് സെം തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ക്യാമ്പസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ക്യാമ്പസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടാണോ അഡ്മിഷൻ എടുത്തത്? വന്ന് കണ്ടിട്ടാണോ അഡ്മിഷൻ ഒക്കെ എടുത്തത്? അല്ലല്ല, സ്ട്രേറ്റ് എടുക്കാൻ ചെയ്തല്ലേ? കാരണം ഓൾറെഡി അറിയാം, പഠിക്കുന്ന ആൾ ഇവിടെ ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഒരു 85% മലയാളീസ് ഉണ്ട്. ഞാൻ വന്നപ്പോ കുറെ മലയാളീസിനെ കണ്ടായിരുന്നു. ഓക്കെ. എങ്ങനെയാണ് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്? കോളേജിന്റെ ഹോസ്റ്റലാണ്? അല്ല, ഞങ്ങള് PG അല്ല, ഔട്ട് സൈഡ് PG വരുന്നുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ കോളേജിന്റെ അകത്ത് നിൽക്കാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ PG-യിൽ നിൽക്കാല്ലേ? ഓക്കെ ഓക്കെ. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? കോളേജിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ക്യാന്റീൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ? അതൊക്കെ നല്ലത്. ഓക്കെ, നല്ല ഫുഡ് കാര്യങ്ങൾ, കേരള ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ അപ്പൊ നമുക്ക് മെസ്സിന്ന്? മെസ്സിന് കേരള ഫുഡാണ്. കേരള ഫുഡ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. കേരളത്തിലുള്ള ഒരു PG ആണ്. കേരളത്തിലുള്ള ആൾക്കാർ നടത്തുന്ന PG ആയതുകൊണ്ട് കേരള ഫുഡ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡിന് കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ക്യാമ്പസിൽ ഗേൾസിനും ബോയ്സിനൊക്കെ ഹോസ്റ്റലിട്ട് ഇപ്പൊ ശ്രീകാന്ത് നിൽക്കുന്നത് PG ആണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കോളേജിനെ പറ്റി? ഇപ്പൊ കൾച്ചറൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എന്തോ കലക്ടർ എന്താണെന്ന് പരിപാടി നടത്താൻ പോകും. ഒരു മാസത്തെ പരിപാടിയാണ്. ഭയങ്കര വലിയ പരിപാടിയാണ്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? അതെ, അവിടെ ഫ്ലാഷ് മോബ് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസം മൊത്തം പരിപാടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കോളേജിന് വരുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഹാപ്പി ആണല്ലേ കോളേജിന്റെ ഈ അറ്റ്മോസ്ഫിയറും? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലെ മലയാളീസ് കൂടെ തന്നെ? ഓക്കെ ഓക്കെ. അപ്പൊ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ഈ കോളേജിലേക്ക് ഫ്യൂച്ചറിൽ അഡ്മിഷൻ എടുത്ത് വരാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ് ഉണ്ടാന്ന് വിളിച്ചാൽ. നല്ല പ്ലേസ്മെന്റ് ഉള്ള കോളേജാണ്. മലയാളീസ് ഉണ്ട്. ഫുഡാണെന്നുണ്ടെങ്കിൽ അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിലോ സ്റ്റുഡൻസ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. സോ അഡ്മിഷൻ എടുക്കാൻ പറ്റിയൊരു കോളേജ് തന്നെയാണ് സ്റ്റുഡൻസിന്റെ ഓൾമോസ്റ്റ് റിവ്യൂ വന്നേക്കുന്നത്. ഓക്കെ. അപ്പോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു. ഓക്കെ.